ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മൾ പ്രവാസം, ഇന്ത്യക്കാർ കുടിയേറ്റങ്ങളെ കുറിച്ചും ഒക്കെ വളരെ കൂടുതൽ വീഡിയോകളിൽ സംസാരിച്ചിരുന്നല്ലോ. ഇന്ത്യക്കാർ നാടുവിടുന്നതിനെ കുറിച്ചും അത് ജോലി ആവശ്യാർത്ഥവും വിദ്യാഭ്യാസ ആവശ്യാർത്ഥവും പിന്നെ ബിസിനസ്സുകാർ അവരുടെ ഇഷ്ടരാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെ പറ്റിയും ഒക്കെ കുറെ വീഡിയോകളിൽ നമ്മൾ അതേ വിഷയങ്ങളൊക്കെ പ്രവാസം തിരഞ്ഞെടുക്കുന്നതിന്റെ വിഷയങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലോകത്തിന്റെ 200-ൽ അധികം രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട് വിദ്യാഭ്യാസത്തിനായി തെരഞ്ഞെടുത്തിട്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ കണക്ക് 72,218 വിദ്യാർത്ഥികളാണ്. 200 രാജ്യങ്ങളിൽ നിന്നായി 72,218 കുട്ടികൾ നമ്മുടെ നാട്ടിൽ പഠിക്കുന്നുണ്ട് എന്നതാണ് കാര്യം. അതിപ്പോ നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കും അതിപ്പോ ഓക്കെ, അത് എല്ലാ നാട്ടിലും അങ്ങനെ ഉണ്ടാവുമല്ലോ. എന്നാൽ അത് എംബസിയിലെ ഉദ്യോഗസ്ഥന്മാരുടെ കുട്ടികളും അങ്ങനെയുള്ള കുട്ടികളൊക്കെ സാധാരണഗതിയിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിനൊക്കെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ബിസിനസ്സുകാരുടെ കുട്ടികളും ഒക്കെ ഉണ്ടായിരിക്കും. 72,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സംഖ്യയല്ല. അപ്പോൾ അത് ഇത്തരം ഉദ്യോഗസ്ഥരുടെയും അല്ലെങ്കിൽ മറ്റു ജോലി ആവശ്യാർത്ഥം ഇന്ത്യയിലെത്തിയവരുടെയും അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സുകാരുടെയും ഒന്നും മാത്രം കുട്ടികളല്ല. 72,218 എന്നാൽ ഒരു ചെറിയ സംഖ്യയുമല്ല. അപ്പോൾ നമ്മുടെ നാട് വിദ്യാഭ്യാസത്തിനായി മറ്റു നാടുകളിൽ നിന്ന് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇന്നലെ ബുധനാഴ്ച ഒരു ചോദ്യോത്തര വേളയിൽ സപ്ലിമെന്ററി ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുകയാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി സുകാന്ത മജുംദാർ ഈ കാര്യം വെളിപ്പെടുത്തിയത്. പാർലമെന്റിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാത മജുംദാറാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത്. അപ്പോൾ 72,218 വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ വിദേശ 200 രാജ്യങ്ങളിൽ നിന്നായി, അതാണ് അതിന്റെ വേറെ പ്രത്യേകത. 200 രാജ്യങ്ങളിൽ നിന്നായി 72,218 കുട്ടികൾ നമ്മുടെ നാടും വിദ്യാഭ്യാസത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നത് വളരെ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ മറ്റുള്ള രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു, അത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അത് ഓരോരുത്തരുടെ ചോയ്സ് ആണല്ലോ. അപ്പോൾ ഓരോ ആൾക്കാരെ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിന്റെ ഗുണങ്ങളും പിന്നെ ഈ മറ്റുള്ള നാടുമായി കറൻസിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മുടെ നാട് കൂടുതലും തിരഞ്ഞെടുക്കുവാൻ. നമ്മൾ ഉന്നത വിദ്യാഭ്യാസം, നല്ല നിലയിലുള്ള വിദ്യാഭ്യാസം കിട്ടുകയും മറ്റുള്ള നാടുകളിലെ ഫീസിനെ അപേക്ഷിച്ചും മറ്റുള്ള ചെലവുകൾ, പ്രാഥമിക ചെലവുകളെ അപേക്ഷിച്ചും ഹോസ്റ്റൽ ഫീസും മറ്റുള്ള ചെലവുകളൊക്കെ അപേക്ഷിച്ച് അവരുടെ പൈസ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ അതിന് കൂടുതൽ വാല്യൂ കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് ഈ വിദ്യാഭ്യാസത്തിന് ചെലവ് കുറഞ്ഞ ഒരു സ്ഥലമായി മറ്റുള്ള വിദേശ രാജ്യങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ രൂപയും അവരുടെ ഡോളർ ആണെങ്കിൽ അതും, അല്ലെങ്കിൽ മറ്റുള്ളത് ഏതാണെങ്കിലും അത് ഡോളർ രൂപത്തിൽ അത് വിനിമയം നടത്തുമ്പോൾ അവർക്കത് കൂടുതൽ പൈസ കിട്ടുകയും നമ്മുടെ നാടിനെ അപേക്ഷിച്ച് നമ്മളുടെ സാധാരണ ഫീസ് വാങ്ങുകയും അവരെ അപേക്ഷിച്ച് അത് വലിയൊരു ഫീസല്ല, ചെറിയൊരു ഫീസിലേക്ക് എത്തുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്, പിന്നെ നല്ല വിദ്യാഭ്യാസവും ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ 200-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 72,218 കുട്ടികൾ നമ്മുടെ നാട്ടിൽ പഠനങ്ങൾ, കോളേജ് വിദ്യാഭ്യാസവും ഇതിന്റെ വിദ്യാഭ്യാസ മേഖല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല എങ്കിലും കൂടുതലും ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റു ബിസിനസ്സുകാരുടെയും ഒക്കെ കുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസം കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്നതൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിന് തന്നെയാണ് മറ്റുള്ള നാടുകളിൽ നിന്ന് നമ്മുടെ നാടുകളിൽ എത്തുന്നത് എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നു, അവർ അത് തിരഞ്ഞെടുക്കുന്നു. ഇപ്പോഴതിന്റെ ഒരു ട്രെൻഡാണല്ലോ. ആ ഒരു ട്രെൻഡാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക വിസ കൊടുക്കാതിരിക്കുകയും മറ്റുള്ള രാജ്യങ്ങൾ വിസ നിഷേധിക്കുകയും മറ്റുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് പോവുകയും ഇങ്ങനെയൊക്കെ ഒരു ട്രെൻഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ന്യൂസും ഇവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. കാരണം ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു ന്യൂസ് തന്നെയാണ്. അപ്പൊ നമ്മൾ വലിയ പൈസ കൊടുത്തു മറ്റുള്ള യൂറോപ്യൻ കൺട്രികളിലൊക്കെ പോയി വിദ്യാഭ്യാസം നേടുന്നത് ഒരു മോശമായ കാര്യമൊന്നുമല്ല, അത് ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ്.
പക്ഷെ അതിനേക്കാൾ ഗുണനിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ ലഭ്യമാക്കുന്നത് കൊണ്ട് തന്നെയാണ് 200 രാജ്യങ്ങളിൽ നിന്നായി 72,218 കുട്ടികൾ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ ആവശ്യത്തിനായി നമ്മുടെ നാട്ടിൽ എത്തിയിരിക്കുന്നതും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന് തന്നെയാണ് ഇതിന്റെ വാസ്തവം. ഇത് മന്ത്രി പാർലമെന്റിൽ പറഞ്ഞ കണക്കാണ്. ഇത് ഔദ്യോഗിക കണക്കാണ്. പാർലമെന്റിൽ പറയുന്നത് രേഖയിലുള്ളതാണ്. അത് ഔദ്യോഗിക കണക്കാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ആൾക്കാർ പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ നാട്ടിലേക്കും ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് ജനങ്ങൾ പഠിക്കാൻ വരുന്നുണ്ട്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വരുന്നുണ്ട് എന്ന ഒരു കാര്യം ആണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെ വിദ്യാഭ്യാസ ലോണൊക്കെ എടുത്ത് വലിയ ബാധ്യതകളൊക്കെ വരുത്തിയാണ് നമ്മുടെ യുവതി യുവാക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസ ആവശ്യത്തിനായി പോകുന്നത്. തീർച്ചയായും അത് പോകണ്ട എന്നല്ല, അതൊക്കെ ഓരോരുത്തരെ ചോയ്സ് ആണ്. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കണം എന്നതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. പക്ഷെ നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഒരുപാട് 200 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ നമ്മുടെ നാടും തിരഞ്ഞെടുക്കുന്നുണ്ട് എന്ന ഒരു അറിവ്, അതാണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അല്ലാണ്ട് ഇതിന്റെ പോസിറ്റീവോ നെഗറ്റീവോ വശങ്ങളൊന്നുമല്ല. നമ്മളെ നാടും 200-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ നമ്മുടെ നാടും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി തിരഞ്ഞെടുക്കുന്നുണ്ട് എന്നതാണ് ഞാൻ അതിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയി ചൂണ്ടിക്കാണിക്കുന്നത്. രൂപയുമായി അവരുടെ നാട്ടിലെ പൈസ വിനിമയം നടത്തുമ്പോൾ, അത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അവർക്ക് അതിൽ കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ നമ്മുടെ നാട് തിരഞ്ഞെടുക്കുന്നത്. കാരണം അവരുടെ നാട്ടിൽ $1000 വിദ്യാഭ്യാസ ഒരു ഫീസ് ഒരു മാസം ഫീസ് കൊടുക്കുന്നതാണെങ്കിൽ നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് അത് വളരെ ചെറിയ സംഖ്യ ആയിരിക്കും നമ്മുടെ നാട്ടിൽ കൊടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിദേശ വിദ്യാർത്ഥികളൊക്കെ ഉന്നത വിദ്യാഭ്യാസം, നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ ലഭിക്കുകയും ഫീസിനെ അപേക്ഷിച്ച് അത് അവരുടെ നാടിന്റെ പൈസയുടെ വിനിമയവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അവർക്കത് ചെറിയ പൈസയിൽ കാര്യങ്ങൾ നടക്കും എന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് വിദ്യാഭ്യാസത്തിനായി 200-ലധികമുള്ള രാജ്യങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന ഒരു സന്തോഷ വാർത്ത ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു പോസിറ്റീവ് വാർത്തയാണ്, അത് ഇവിടെ ഷെയർ ചെയ്തു എന്ന് മാത്രമാണ്. അല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ വിദ്യാഭ്യാസ ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകുന്നത് നിരുത്സാഹപ്പെടുത്തുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നതല്ല. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. അതൊന്നും ഇതിന്റെ വിഷയമല്ല. ഇത് മന്ത്രി ഔദ്യോഗികമായി പാർലമെന്റിൽ പറഞ്ഞ കാര്യമാണ്. ആ കാര്യം നമ്മൾ ഒരു പോസിറ്റീവ് ന്യൂസായി ഇവിടെ, നമ്മുടെ നാടിന്റെ ഒരു പോസിറ്റീവ് ന്യൂസായി ഇവിടെ ഷെയർ ചെയ്യുകയാണ്. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായ നിർദ്ദേശങ്ങൾ അത് എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.